നമസ്കാരം. ആഘോഷങ്ങളില്ലാതെ എന്തിടത് സർക്കാർ, എന്ത് പിണറായി സർക്കാർ? സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പ്രധാനം നമുക്ക് കേരളീയവും അതിന്റെ ആഘോഷ പരിപാടികളും തന്നെയാണ്. അതിനാൽ കേരളീയത്തിലേക്ക് വീണ്ടും ശ്രദ്ധ ചെലുത്തുകയാണ് ഇടത് മന്ത്രിമാർ എന്നതാണ് റിപ്പോർട്ട്. മരുമകൻ റിയാസിന് മുഖ്യമന്ത്രി കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ടവളായിട്ടുള്ള സഖാവ് മേയർ ആര്യ രാജേന്ദ്രനുമാണ് ഇത്തവണത്തെ കേരളീയം പരിപാടിയുടെ നടത്തിപ്പിന്റെ പ്രധാന ചുമതല നൽകിയിരിക്കുന്നത് എന്നതാണ് വിവരം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി പരിപാടി അവതരിപ്പിച്ച നടി ശോഭനയടക്കം ചിലരെയൊക്കെ ഈ പരിപാടിയിൽ നിന്ന്, ഇത്തവണത്തെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ലക്ഷങ്ങൾ നൽകണം എന്നതുകൊണ്ടാണ് ഇവരെ ഒഴിവാക്കുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി. സംഭവം വേറെയാണ്. അതായത് പരിപാടിയും കഴിഞ്ഞ തവണത്തെ കേരളീയം പരിപാടിയും കഴിഞ്ഞ് ശോഭന നേരെ പോയിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരുന്ന BJP നേതാവായിട്ടുള്ള സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകാൻ വേണ്ടിയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ് നടി ശോഭന BJPയിൽ ചേർന്നേക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ. അത്തരം റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ സഹിക്കാതിരുന്ന ചില വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ് ഈ പറയുന്ന സഖാവിന്റെ കൂട്ടത്തിൽ വരുന്ന ഓരോ വ്യക്തികളും. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ചൊരുക്ക് തീർക്കാൻ അത് ഇത്തവണ കേരളീയം പരിപാടി നടത്തുമ്പോൾ ശോഭനയെ വേദിയിലേക്ക് ക്ഷണിക്കാതെ, അല്ലെങ്കിൽ ശോഭനയെ പരിപാടിക്ക് ക്ഷണിക്കാതെ നടപടിയെടുക്കുന്നതിലൂടെ തീർക്കാമെന്ന കരുതൽ ചില സഖാക്കന്മാർക്കുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. എന്തായാലും വൻകിട കമ്പനികളിൽ നിന്ന് സ്പോൺസർ ഫണ്ട് കണ്ടെത്തേണ്ടതടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല മേയർ ആര്യ രാജേന്ദ്രനാണ് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങളെയെല്ലാം തിരുത്താനുള്ള ഒരു അവസരമാക്കി മേയർ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പരിപാടിയിൽ ആരെല്ലാം പങ്കെടുക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മേയർ ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. പരിപാടി നടത്തിയിരിക്കും എന്നതാണ് വിവരം. കഴിഞ്ഞ വർഷം പരിപാടി നടത്തുമ്പോൾ സ്പോൺസർഷിപ്പിലൂടെയാണ് പരിപാടി നടത്തുക എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ആരാണ് സ്പോൺസർമാർ എന്നൊരു ചോദ്യത്തിന് യാതൊരു ഉത്തരവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടില്ല. 12 കോടിയോളം രൂപയാണ് കഴിഞ്ഞ തവണ PRD ഡയറക്ടറുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേരളീയം പരിപാടിയുമായി എത്തിയത് എന്നതാണ് വിവരം. മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയിട്ടുള്ള കണക്ക് അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ വർഷം ഡിസംബറിലാണ് ഇനി അടുത്ത കേരളീയം നടത്താൻ പോകുന്നത്. അതും ഇതുപോലെ സ്പോൺസർഷിപ്പ് പരിപാടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരാണ് സ്പോൺസർ, എവിടെ നിന്നാണ് പണം, എന്തിനാണ് പണം നൽകിയത് എന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു കൃത്യതയും ഉണ്ടാകില്ല. ഒരുപക്ഷെ ആരും അറിയാത്ത ചില ബിനാമികൾ പണം നൽകി സ്പോൺസർ ചെയ്യുന്നുണ്ടാകും. അതല്ല എങ്കിൽ ഈ കേരളീയത്തിന്റെ പേരിലും കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ചിലവാകും എന്ന കാര്യം ഉറപ്പ്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലൊന്നും പ്രശ്നമില്ല, ആഘോഷങ്ങളില്ലാതെ നമ്മൾക്ക് എന്ത് ജീവിതം എന്നുള്ള രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയും കൂട്ടരും മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് പറയാനുള്ളത്.